നമസ്കാരം, എല്ലാവർക്കും ഭാഗ്യാസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ പൂത്തു നിൽക്കുന്ന കുറച്ച് ചെടികളാണ്. ആദ്യമായിട്ട് കാണുന്നത് ഇത് കുളമ്പ് മാവാണ്. ഇത് നമ്മളിവിടെ അടുത്തുള്ള ഒരു കുളമ്പ് മാവിൽ നിന്ന് നമ്മൾ ലെയർ ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കുളമ്പ് മാവിൻ്റെ തൈയാണിത്. ഇതിലിപ്പോൾ വെച്ചിട്ട് ഒരു വർഷത്തിന് മേലെയായി. അപ്പോൾ ഈ സീസൺ ആയപ്പോൾ ഇത് നിറച്ച് പൂത്ത് മാങ്ങയൊക്കെ പിടിച്ചു. കുറേ കൊലകളിൽ മാങ്ങയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെവിടെയുണ്ട് നിറച്ച്. ഇത് കാണുമ്പോൾ വളരെ സന്തോഷം. നിറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട്. കുളമ്പ് മാങ്ങ നല്ല ടേസ്റ്റുള്ളൊരിനം മാങ്ങയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ആദ്യമായിട്ട് കായ്ച്ചിട്ടുള്ള ഒലോസോപ്പോ പ്ലാന്റാണിത്. ഇതെന്താ കായ്ക്കാത്തതെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് ചില വീഡിയോയിലൊക്കെ ചില സ്ഥലത്തൊക്കെ ഇത് കായ്ച്ചു. അപ്പോൾ ഇത് കായ്ക്കണ സീസണാണ്. ഇതിവിടെ കൊണ്ടുവച്ചിട്ടിപ്പോൾ ഒരു വർഷത്തിലും മേലെയായിട്ടാ. നമ്മളിതിപ്പോൾ ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ആ പ്ലാന്റ് മേടിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഇതെന്തായാലും പൂക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഒരു കൊല്ലമായിട്ട് പൂക്കാണ്ടായപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ പൂക്കില്ലേന്ന്. പക്ഷെ നമ്മുടെ ഇവിടെ പൂത്തതിപ്പോൾ ഈ സമയത്താണെന്ന് മാത്രം. ഇതാണ് ഒലോസോപ്പയുടെ പൂവ്. ഇത് ശർക്കരപ്പഴമെന്നും അറിയപ്പെടുന്നു. നല്ല മധുരമുള്ള ഒരിനം ഫ്രൂട്ടാണ്. നമ്മൾ കഴിച്ചിട്ടില്ല. ഇത് കായൊക്കെ പാകമായി കഴിക്കാറാവുമ്പോൾ നമുക്കിതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം. അടുത്തതായിട്ട് ഇതാ ഇവിടെ പൂത്ത് നിൽക്കുന്നത് ഇന്ത്യൻ മുസമ്പിയാണ്. ഇത് പാകമാവണതിൻ്റെ മുന്നേ തന്നെ നല്ല മധുരമാണ്. നല്ല ഒരു ഇനം മുസമ്പിയാണിത്. ഇവിടെ ഇതാദ്യമായിട്ടല്ല കേട്ടോ കായ്ക്കുന്നത്. ഇതിന് മുമ്പും ഇവിടെ കായ്ച്ച് 2 പ്രാവശ്യം കായ്ച്ചിട്ട് നമ്മളിത് കഴിച്ചിട്ടുള്ളതാണ്. നല്ല മധുരമുള്ള ഒരിനാണ്. ചില മുസമ്പി കഴിക്കുമ്പോൾ നമുക്ക് ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഒരു ചൊറിച്ചിൽ പോലെ ഉണ്ടാവുമല്ലോ. ഇതിനതൊന്നുമില്ല. നല്ല മധുരമുള്ള ഒരിനം മുസമ്പിയാണ് ഇന്ത്യൻ മുസമ്പി. അടുത്തത് ജംബോ ഞാവലാണിത്. നല്ല വലിപ്പമുള്ള ഒരിനം ഞാവലാണ്. ഇത് നമ്മുടെ വെച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇതിൻ്റെ മുന്നേ കൊണ്ട് വെച്ച് ആദ്യത്തെ വർഷം തന്നെ ഇത് പൂത്തിരുന്നു. പക്ഷെ അന്ന് മഴയൊക്കെ പെയ്തിട്ട് ഇതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ കഴിഞ്ഞ വർഷം ഇത് പൂത്തുമില്ല. ഈ പ്രാവശ്യം എന്തായാലും ഒരു കൊമ്പ് പൂത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഞാവൽ തന്നെയാണ് അത് പറയണത്. അപ്പോൾ ഇത് കായ്ക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുത്തത് ഇവിടെ പൂത്ത് നിൽക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സീസൺ ലോഗനാണ്. ഇതിലിപ്പോൾ ഇതാ ചെറുതായിട്ട് ഇവിടെ മിലിമുട്ടയൊക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ജൈവ കീടനാശിനികൾ അടിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഒരു കൊല്ലത്തിൽ 2-3 തവണയൊക്കെ നമുക്ക് കായ കിട്ടാറുള്ളതാണ്. പക്ഷെ കുറച്ച് മുമ്പ് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് കുരുടിച്ചിട്ട് ചെറിയൊരു കേട് വന്നു. ഇപ്പം ആ കേടൊക്കെ ഒന്ന് മാറി ഇതാ വീണ്ടും നിറച്ച് പൂത്തിട്ടുണ്ട്. ഇവിടെ പൂത്തിട്ടുണ്ട്. കുറേ കൊമ്പിൽ പൂത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കാണിക്കണത് ഇത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഗോൾഡൻ നാംഡോക്ക് മൈ എന്ന ഇനം മാവാണ്. വളരെ ടേസ്റ്റുള്ള ഒരിനം മാവ് തന്നെയാണത്. അപ്പോൾ നമ്മളിതിൽ കായകളൊക്കെ കവർ ചെയ്ത് വെച്ചെടുക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കായ്ക്കുന്നത്. ഇത് വെച്ചിട്ട് വലിയൊരു പ്ലാന്റായിട്ട് ഇനി നമ്മൾ മേടിച്ച് വെച്ചത്. ഇത് കായ്ക്കാറായിട്ടുണ്ടെന്ന് ഞാൻ നഴ്സറിയിൽ നിന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു കൊല്ലമായി. ഇതിൻ്റെ ആദ്യത്തെ സീസൺ തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ കുറേ മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഒരിനം മാങ്ങയാണിത്. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് ഇത് ഇവിടെ ഈ ചട്ടിയിലിരിക്കുന്നുണ്ടല്ലോ, ഇത് മിയാസാക്കി എന്ന ഒരിനം മാവാണ്. ഇതിൻ്റെ മാമ്പഴത്തിന് വളരെ വില ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചതാണ് മിയാസാക്കി മാവ്. ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് 2 കൊല്ലമായി. അപ്പോൾ ഈ കൊല്ലം നമുക്കിതിവിടെ ആദ്യമായിട്ട് പൂത്തിട്ടുണ്ട്. ഇതിൻ്റെ കായകളും ഇവിടെ കവർ ചെയ്ത് വെച്ചെടുക്കുകയാണ്.
4 മാങ്ങ പിടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രൂട്ട് പാകമായിട്ടുള്ള വീഡിയോ നമുക്ക് പാകമായതിൻ്റെ ശേഷം എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.